കുട്ടൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. അപ്പോൾ നമ്മുടെ മിഷൻ നിലമ്പൂർ ഇന്ന് തുടങ്ങുകയാണല്ലേ? ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും നിലമ്പൂരിൻ്റെ സജീവ കാഴ്ചകളുമായി ഉണ്ടാകും. അതെ അതെ, നമ്മുടെ ഒരു വൻ ടീം തന്നെ ഇവിടെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ പകർത്തുന്നതിന് വേണ്ടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് മനു. ഇവിടെ കാലാവസ്ഥ നല്ല മഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രിയിലും പകലും ഒക്കെ നല്ല മഴയാണ്. ഇപ്പോൾ ഒന്ന് ചെറിയ രീതിയിലൊന്ന് തോർന്നു വന്നേ ഉള്ളൂ. പക്ഷേ ഈ മഴയുടെ അല്ലെങ്കിൽ തണുത്ത അന്തരീക്ഷമൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്നില്ല. വളരെ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇവിടെ രണ്ട് മുന്നണികളും നടത്തി വരികയാണ് മനു. അപ്പോൾ നമുക്ക് പ്രചരണ പരിപാടികളിലേക്ക് തന്നെ തുടങ്ങാമല്ലേ? ഫസ്റ്റ് വാർത്ത അങ്ങനെ തന്നെ ആകട്ടെ. ഇനിയിപ്പോൾ UDF സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നു. അവരുടെ പ്രചരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കാത്തിരിക്കുന്നത് LDF ക്യാമ്പിലേക്കാണ്. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. ഏറ്റവും ഉചിതമായ എല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടൻ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ല എന്നേ ഉള്ളൂ. അവരുടെ പ്രചരണ പരിപാടികളൊക്കെ വളരെ നേരത്തെ തന്നെ സജീവമായതല്ലേ? CPIM സംഘടനാ സംവിധാനം വെച്ച് വളരെ നേരത്തെ, അതായത് ഇങ്ങനെ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാകും എന്നൊരു അത്തരമൊരു വിവരം കിട്ടുന്നൊരു സമയത്ത് തന്നെ, അതായത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ സംഘടനാപരമായ ഒരുക്കങ്ങൾ ക്രമീകരണങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. ബൂത്ത് തലം മുതൽ ഉള്ള പ്രവർത്തകരെ വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജും മണ്ഡലത്തിൽ തന്നെ മാസങ്ങൾക്ക് മുമ്പേ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടനാപരമായി അടിത്തട്ടിലുള്ള പ്രവർത്തകരെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി വന്നിരുന്നു. അതൊന്ന് പൊടിതട്ടിയെടുത്തുകൊണ്ട് വീണ്ടും സജീവമാക്കണം. കാരണം ഇടക്കാലത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ തുടങ്ങുന്നൊരു ഘട്ടമായതിനാൽ. ഇന്നലത്തോടുകൂടി തന്നെ CPIM പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓരോ ബൂത്തിനും അതോടൊപ്പം തന്നെ ഓരോ വാർഡിനും ചുമതലയുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, അതോടൊപ്പം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ നേതാക്കൾ, അങ്ങനെ വളരെ സജീവമായൊരു നിര തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇന്നലെ MP ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്ത നിർണായകമായ നേതൃയോഗം ഇവിടെ ചേർന്നു. A. വിജയരാഘവൻ, അതോടൊപ്പം തന്നെ M. സ്വരാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, KK ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റിയിലെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെയും ഈ മണ്ഡലത്തിൽ ചുമതലയുള്ള നേതാക്കളൊക്കെ ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്നു മുതൽ ഈ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം സംസ്ഥാന നേതാക്കളൊക്കെ നേരിട്ട് ബൂത്തുകളിലെത്തി അവിടെയുള്ള വിലയിരുത്തലുകൾ, പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ പ്രവർത്തകർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. വോട്ടർ പട്ടികയിൽ പുതുതായി 7000-ലധികം വോട്ടർമാരെ ചേർത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ വളരെ സജീവമായ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ പ്രക്രിയയിലൂടെ LDF മുന്നോട്ട് പോവുകയാണ്. 2 ദിവസത്തിനകം, അതായത് വെള്ളിയാഴ്ച തന്നെ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് അറിയുന്ന വിവരം. വെള്ളിയാഴ്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് വെച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. എന്തായാലും വളരെ സജീവമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് LDF കടന്നു കഴിഞ്ഞു. 1-ാം തീയതി LDF മണ്ഡലം കൺവെൻഷനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആവേശം തന്നെ ഉണ്ടാക്കും. അതിനുശേഷം മറ്റ് തരത്തിലുള്ള ഈ പൊതുയോഗങ്ങളൊക്കെ LDF സംഘടിപ്പിക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ സന്ദർശിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അവരുടെ UDF പഞ്ചായത്ത് ഇന്നലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം തുടങ്ങുന്ന പരിപാടിയിൽ നിന്ന് പ്രചരണത്തിന്റെ ചുമതലയുള്ള മുതിർന്ന നേതാവായ KPCC വർക്കിംഗ് പ്രസിഡന്റായ AP അനിൽകുമാർ പങ്കെടുത്തില്ല എന്നൊരു വിവരമുണ്ടായിരുന്നല്ലോ. അതൊരു അതൃപ്തിയുടെ ഭാഗമായിട്ടാണ്. കാരണം VS ജോയിക്ക് വേണ്ടി ഒക്കെ വാദിച്ചിരുന്ന ഒരാളാണല്ലോ അനിൽകുമാർ. ആ രീതിയിൽ ഒരു മുറുമുറുപ്പ് UDF ക്യാമ്പിൽ ഇപ്പോഴും ഉണ്ടോ? ഇവിടെ ഈ നിലമ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ട്. പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നു. ജോയിയെയും അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെയും ഒക്കെ ഒരു വേദിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഷൗക്കത്തിന് വേണ്ടി VS ജോയി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. പക്ഷേ ഇവിടെ അതൃപ്തി, വളരെ കാര്യമായ രീതിയിൽ അതൃപ്തി ഉണ്ടെന്നാണ് നമ്മൾ നിലമ്പൂർ എത്തി ഇവിടുത്തെ സാധാരണ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട്, ഇവിടുത്തെ പ്രാദേശിക നേതാക്കളോടുമൊക്കെ സംസാരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനോട് വിയോജിപ്പുള്ള ഒരു വലിയ ടീമുണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നതൊക്കെ സ്വാഭാവികമായും കോൺഗ്രസിന് തലവേദനയാകും. മറ്റു ചില പ്രശ്നങ്ങൾ, നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സംഘടനാപരമായ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രതിഫലിക്കുമെന്നുള്ളൊരു ആശങ്ക കോൺഗ്രസിനകത്തുണ്ട് മനു. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യമുണ്ടല്ലോ, തേരാപാര നടക്കുന്ന ഒരാളെക്കുറിച്ച് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. PV അൻവർ രാവിലെ ലീഗ് ഓഫീസിൽ പോവുക, ഉച്ചയ്ക്ക് കോൺഗ്രസ് ഓഫീസിൽ പോവുക എന്നതിനപ്പുറത്തേക്ക്
വല്ലതും നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു കിങ് മേക്കർ ആകുമെന്നായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇപ്പോൾ കിങ് മേക്കർ ആകുന്നത് പോയിട്ട് ഒരു കയ്യിലൊരു സോഡാ മേക്കർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നത്. അതെ, അൻവർ പൂർണ്ണമായും പരിഹാസ്യമായ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. അൻവറിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അൻവറിന്റെ നിലപാടുകളൊക്കെ രാഷ്ട്രീയപരമായ വലിയ പരാജയമാണെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഈ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അൻവറിന് പ്രത്യേക റോളുള്ളതായി നമുക്ക് തോന്നുന്നില്ല. കാരണം ആരും അൻവറിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. LDF ഒന്നും ആ അൻവർ എന്നുള്ളൊരു പേര് പോലും തന്നെ ഉപയോഗിക്കുന്നില്ല. കാരണം അത്രത്തോളം രാഷ്ട്രീയപരമായി അൻവർ മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി താഴേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. UDF-നകത്തും അൻവർ സഹായിക്കുന്നുണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്നുള്ളൊരു നിലപാടാണെന്ന് തോന്നുന്നു UDF-ന്റെ നേതൃത്വവും സംസാരിക്കുമ്പോൾ പറയുന്നത്. അൻവർ ഒരു കിങ് മേക്കർ ആകുമെന്നൊക്കെ അൻവർ തന്നെ സ്വയം പറയുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ രാവിലെ 9 മണിക്ക് അൻവറിന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഓരോ വാർത്താ സമ്മേളനത്തിലും നിലപാടുകൾ മാറ്റി മാറ്റി പറയുന്ന ഒരു സാഹചര്യമാണ്. കോൺഗ്രസിന്റെ നേതാക്കളെ അങ്ങോട്ട് ബന്ധപ്പെടുന്നു, ലീഗ് നേതാക്കളെ അങ്ങോട്ട് പോയി കാണുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയപരമായ വലിയൊരു പരാജയമായി അൻവർ മാറുന്നു എന്നുള്ളത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. മനു.